ഗൈസ്, അപ്പൊ ആദ്യമായി പിഞ്ചൂസ് കാറിൽ കയറിയപ്പോൾ അല്ലേ, ഞങ്ങൾ ആദ്യമായി നയിച്ചുണ്ടാക്കിയ പൈസനോട് അല്ലേ, നയിച്ചുണ്ടാക്കിയ പൈസനോട് നമ്മളൊരു കാർ വാങ്ങി. ഫസ്റ്റ് സമ്പാദ്യം ഞങ്ങളുടെ 2 പേരുടെ അല്ലേ. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങളുടെ കാറ്? ഓരോന്ന് അതിനെ പരിചയപ്പെടുത്തിയെടുക്ക. ഗൈസ്, ഇതാണ് ഫ്രണ്ടാണ് ഡോറ്. പിന്നെ അവിടെ നമുക്കൊരു കണ്ണട വെക്കുന്നുണ്ട്. കണ്ണാടി അതല്ല, ഇതാണ് മുൻഭാഗത്ത്. ഈ ഒരു ഭംഗിയിൽ നല്ല രസമല്ലേ. ചേച്ചി ആദ്യമായി ഗൈസ് കാറ് കണ്ടപ്പോൾ അല്ലേ, അവൾ കുറേയായി പറയുന്നത്. കാരണം നമ്മൾക്കൊരു സന്തോഷമല്ലേ അല്ലേ. നമ്മൾ ഒരു ഓർമ്മ ഉണ്ട്, നമ്മുടെ കുടുംബക്കാരൊരു കാറ് തൊട്ടപ്പോൾ ചീത്ത പറഞ്ഞത് എത്ര അല്ലേ. അത് ചേച്ചിക്ക് ഒരു ഇതല്ലേ, ചേച്ചി ഒരു ഷോട്ടല്ലേ എന്താ വെച്ചാല് മറക്കില്ല, കഴിഞ്ഞതൊന്നും മറക്കത്തില്ല. ഞങ്ങളുടെ സ്വഭാവം. ചേച്ചി എത്രയോ പറഞ്ഞിട്ടുണ്ട് ഒരു കാർ വാങ്ങണമെന്ന്. കാരണം അവൾക്ക് അന്തസ്സല്ലേ, കാരണം അവൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അനിയത്തി കാറുമായിട്ട് പോകുന്ന അവൾക്ക് സന്തോഷമല്ലേ. അപ്പൊ അതുകൊണ്ട് ചേച്ചി എത്രയോ പറഞ്ഞിട്ടുണ്ട്, നീ ഇതൊന്ന് തുറന്നു നോക്കണം എന്ത്. അപ്പം ഗൈസ്, അപ്പം ഒരുപാട് അപ്പൊ പാപ്പിക്കുട്ടന്റെ ആണ് കേട്ടോ ഇത്. നമ്മള് ബാവുട്ടി 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വാവന പാപ്പിക്കുട്ടന് വാങ്ങിച്ച കാറാണ് കേട്ടോ. അപ്പൊ വണ്ടി ഇഷ്ടപ്പെട്ടാ കണ്ടോ, ഭാവയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷായിട്ടോ. അവരും കൂടെ വരുമ്പോ തന്നെ നമ്മുടെ ജീവന്റെ അംശ. നാളെ സമയം തരുന്നില്ല. ആപ്പ വണ്ടി ജീവന്റെ അംശ അല്ലേ, ജീവാംശാണ് നമ്മുടെ ചക്കക്കുട്ടി ജീവാംശ. കണ്ടോ അവന്റെ ഇത് കണ്ടോ, സ്റ്റൈലിഷ് ഉണ്ടോ. അപ്പൊ പാപ്പിക്കുട്ടിക്ക് എല്ലാം അറിയാം. ഇത് എന്താ അറിയാ, ഇതെന്താ പാപ്പി? വൈപ്പർ. കണ്ട നമുക്ക് പോലും അറിയില്ല. അപ്പം എന്തായാലും നല്ലൊരു ചക്കര കുട്ടീനെ ചേച്ചിക്ക് കിട്ടിയത്. അപ്പൊ ചേച്ചി 2 മിനിറ്റ്. അപ്പൊ ചേച്ചിന്റെ ആഗ്രഹമാണ് അല്ലേ, വിജേട്ടനെ കാണിച്ചെടുത്തു. വിജേട്ടന് ഇഷ്ടപ്പെട്ടു അല്ലേ, വിജേട്ടൻ അടിപൊളി എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കാരണം നമ്മളത് പറയുമ്പോ ഒരു സന്തോഷാണ് അല്ലേ. അത് സന്തോഷാണ്, വേറെ നമുക്ക് കിട്ടില്ല. നമ്മൾ വാങ്ങിന്ന് പറയുമ്പോ സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. അതാണ് അവിടുത്തെ ഗുണം. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ നമുക്ക് എല്ലാരും ചോദിക്കും ഓ വീടുണ്ടോ, എല്ലാം അതിന്റെ വഴിക്ക് മെല്ലെ നടക്കും. നമ്മൾ പബ്ലിസിറ്റി ചെയ്യേണ്ട ആവശ്യമില്ല. അതന്നെ, പബ്ലിസിറ്റി നമ്മൾ നല്ല ചെയ്യാം. ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട്. അതന്നെ, അവര് കാണുന്നുണ്ടല്ലോ, ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട നമ്മള് വ്യക്തികളാണ് ഞങ്ങൾ, മനസ്സിലായില്ല. എന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് അതിന് അഹംഭാവങ്ങളും ഒന്നുമില്ല. ഞങ്ങൾക്ക് കുറെ പെട്ടെന്ന് വേറെ ആൾക്കാർക്ക് ഉണ്ടാവും, പെട്ടെന്ന് പണക്കാരായി കഴിഞ്ഞാല് പിന്നെ ആരും വേണ്ട. പക്ഷെ ആ ഒരു സ്വഭാവം വീടും കൂടി പണക്കാരാവുക മറന്നിട്ടില്ല, മനസ്സിലായി. നമ്മള് വീടും കൂടി ഇല്ല, പിന്നെ നമ്മളെങ്ങനെ പണക്കാരാവുക. സാധാ ഫാമിലി. നമ്മളുടെ ആഗ്രഹം എന്താ വെച്ചാൽ ഒരു വീട് വെക്കുക. അത് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, അത്രേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. നമ്മുടെ സ്വപ്നം അതന്നെയാണ്, ഒരു വീട് വെക്കുക. അപ്പം ഗൈസ് എല്ലാവരും സപ്പോർട്ട് തെറി വിളിച്ചു പോവുക. പല കമന്റ് എടുത്ത് വിളിക്കാട്, അത് ഇടുക, മറ്റേ പലതും പറയൂ. ഓക്കെ ബൈ ഡി.